ഹലോ ഗൈസ്, നമ്മളിത് കാണാൻ പോകുന്ന നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഒരു കിടിലൻ ട്രയൽ റണ്ണാണ്. അപ്പൊ ഗൈസ്, പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന്റെ റേസ് ആണ്. നമ്മൾ എല്ലാവരും ആവേശത്തിലാണ്. കുട്ടനാടിന്റെ ആവേശമാണ് വള്ളംകളി. അതിൽ ആലപ്പുഴയുടെ ആവേശമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ്. അത് ആലപ്പുഴയുടെ അല്ല, കേരളത്തിന്റെ അല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ്. നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ നെഹ്റു ട്രോഫി അതിലൊന്ന് മുത്തമിടാൻ, അതൊന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ 20 വള്ളങ്ങളാണ് ഈ വർഷം മാറ്റുരയ്ക്കുന്നത് ഏത് വള്ളങ്ങളും ആവട്ടെ. പക്ഷേ ഈ വർഷം 71ാമത്തെ വർഷം അത് പുന്നമട കായലിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ വള്ളത്തിലൂടെ അത് നേടിയെടുക്കാൻ കയ്യും മെയ്യും മറന്ന് എല്ലാവരും ഒരുമിക്കുകയാണ്. അതിൻ്റെ ഒരു പാർട്ടാകുകയാണ് ആൽഫ അക്കാഡമി. പുന്നമട ബോട്ട് ക്ലബ്ബ് വളരെ ആവേശത്തിലാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങൾ ഭയങ്കര കഠിനമായ പരിശ്രമത്തിലാണ്. കഴിഞ്ഞ 40 ദിവസമായിട്ട് ഞങ്ങളുടെ ടീം പ്രാക്ടീസിലാണ്. ആയിരത്തി 1952 ആലപ്പുഴ എത്തിയ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കുവാൻ വേണ്ടി നടന്ന ചുണ്ടൻ വള്ളത്തിൽ 1ാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടനാണ് ഈ പ്രാവശ്യം പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്നത്. ആ നടുഭാഗം ചുണ്ടലിൽ തന്നെ ഈ പ്രാവശ്യം പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയാൻ തീരുമാനിച്ചത് വിജയത്തിൽ കുറച്ച് ഒന്നും പുന്നമട ബോട്ട് ക്ലബ്ബിന് ഇല്ല. ഇന്ന് മുതല് നിങ്ങളാണ് രാജാവ്, നമ്മളാണ് രാജാവ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി കീഴടക്കുന്നത് മാത്രമേ നമ്മൾ പിന്മാറൂ എന്ന് തീരുമാനിച്ചുകൊണ്ട്